പ്രതിനിധികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ഒരു സംഘത്തെ അയക്കുന്നുണ്ട്. എങ്ങനെ ഇന്ത്യ ബ്രിട്ടന്റെ ഭാഗമായി നിന്നും നിലനിർത്താൻ സാധിക്കും, അതിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അവരിവിടെ വന്ന് പഠനം നടത്തിയിട്ട് തിരിച്ചുപോയി അവർ റിപ്പോർട്ട് കൊടുത്തത് ഇന്ത്യയെ നമുക്ക് നമ്മുടേതാക്കി മാറ്റുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെയുള്ള ബുദ്ധിമുട്ട് അവിടുത്തെ മുസ്ലിങ്ങളാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് അവർ നിലകൊള്ളുന്നത്. ആ വിശ്വാസികളെ പരാജയപ്പെടുത്തിയാൽ നമുക്ക് ഇന്ത്യ നമ്മുടേതായിരിക്കും. അവരെ പരാജയപ്പെടുത്താൻ എന്താ മാർഗം? ഇനി അതിനെക്കുറിച്ച് രണ്ടാമത് അവരെ പരാജയപ്പെടുത്താൻ എന്താ മാർഗം? അതിനെക്കുറിച്ച് അവരാലോചിച്ചിട്ട് അവരെത്തിപ്പെട്ടത് അവരെ തമ്മിൽ ശത്രുക്കളാക്കുക, ചേരിതിരിക്കുക. അവർ തമ്മിലടിച്ചിട്ട് അവരുടെ ശക്തി ക്ഷയിക്കണം. ആ നിലയിൽ അവരെ കൊണ്ടെത്തിച്ചാൽ നമുക്ക് വിജയിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു അജണ്ട വളരെ അവർ ആസൂത്രിതമായിട്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ വേറൊന്നും എടുത്ത് പറയുന്നില്ല. പലതിൻ്റെ പേരിലും പല പേരിലുമായിട്ട് രംഗത്ത് വന്നുകൊണ്ട് പരസ്പരം ഇപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെയാണ് വിഷയങ്ങളുണ്ട്. ഒരു ഭാഗത്ത് അതാണെങ്കിൽ മറുഭാഗത്തുള്ള വിഷയം മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് എനിക്ക് തന്നെ തോന്നിപ്പോകുന്നു. അവർ എൻ്റെ ഭാഗത്തുള്ള വിഡിത്തമായി മാറുകയുള്ളൂ. അത്രത്തോളം കാര്യങ്ങൾ ഇന്ന് ജനങ്ങൾക്കറിയാം. ഓരോ പള്ളികളും അതിൻ്റെ പൂർവ്വസ്ഥിതി പരിശോധിക്കുക. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് ഒന്നും പോകരുതെന്ന് കരുതിയിട്ടാണ് 1991 ഈ ഭൂതത്തെ പിടിച്ച് അന്നത്തെ ഗവൺമെൻറ് കുടത്തിലടച്ചത്. വീണ്ടും കഴിഞ്ഞ ഒരു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അത് തുറന്നുവിട്ട് വീണ്ടും രാജ്യത്തെ കലാപകലുഷിതമാക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താ ഒരു ദവെ, ഈ ദുഷ്യന്ത് ദവെ എന്ന് പറയുന്നത്, ആ മനുഷ്യൻ ആപ്പർക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അയാൾ സംസാരിച്ചത്. അയാളൊരു ബ്രാഹ്മണനാണെന്നും അയാളൊരു ഹിന്ദുവാണ് എന്നൊക്കെ ആണെന്നതിനോടൊപ്പം തന്നെ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം നേരിടാൻ പോകുന്ന രംഗങ്ങളെ ഓർത്തുകൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞപ്പോൾ ആപ്പർ മറുപടി പറഞ്ഞത്, നിങ്ങളുടെ ഈ കണ്ണുനീരും നിങ്ങളുടെ ഈ കരച്ചിലും നിങ്ങളുടെ ഈ ഇടവീ ശബ്ദവും ഈ രാജ്യത്തെ ഒരുപാട് രഹസ്യങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ തരത്തിലേക്ക് മുസ്ലിം സമുദായത്തെ പള്ളിയൊന്നും അവരുടെ ലക്ഷ്യമല്ല, ക്ഷേത്രവും അവരുടെ ലക്ഷ്യമല്ല. ഇതിൻ്റെ പേരിൽ അവർക്കറിയാം പള്ളിയിൽ കൈവച്ചാൽ മുസ്ലിങ്ങൾ അടങ്ങിയിരിക്കുകയില്ല, പ്രവാചകനെ ആക്ഷേപിച്ച് സംസാരിച്ചാൽ മുസ്ലിങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. മുസ്ലിങ്ങളെ ഇളക്കിക്കൊണ്ടുവരണമെങ്കിൽ പ്രവാചക നിന്ദയും മുസ്ലിങ്ങളെ ഇളക്കിക്കൊണ്ടുവരണമെങ്കിൽ പള്ളിയുടെ അടി തോണ്ടാനുള്ള വഴികളും ഒപ്പിച്ചെടുത്താൽ ഈ സമുദായത്തെ കളത്തിലിറക്കി അവർക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തേക്ക് എത്താൻ സാധിക്കും എന്ന നിലയിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാം എത്തുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ വിശുദ്ധ കലാമായ ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ദല്ല. ഇവിടെ അക്രമകാരിയായ അധർമ്മകാരിയായ ഒരാൾക്ക് നിങ്ങളെ ഒരു ചുറ്റം ചെയ്യാൻ സാധിക്കുകയില്ല. ഇദഹ്തദൈതും, നിങ്ങൾ നേർമാർഗത്തിലാണ്. ഈ നേർമാർഗത്തിൻ്റെ വ്യാഖ്യാനം ഖുർആനിൻ്റെ മുഫസ്സിറുകൾ പറയുന്നത്, ഈ പറയപ്പെട്ട നേർമാർഗം എന്ന് പറയുന്നത് ദീനിൻ്റെ ദഅവത്തിൻ്റെ വഴിയിൽ നമ്മൾ ഇറങ്ങി സമൂഹത്തെ ദീനുള്ളവരാക്കി എടുക്കുക. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മറ്റു പലരും ഇറങ്ങിയിട്ടുണ്ട്. എന്ത് വേറെ പറയണം, യുക്തിവാദികളും അതുപോലെയുള്ള കുറേ വിദഈ പ്രസ്ഥാനങ്ങളും ഇറങ്ങിയിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നു. മുമ്പൊക്കെ അവർ പ്രവർത്തിച്ചിരുന്നത് ഒരു വലിയ സമ്മേളനം വെച്ച് ആ സമ്മേളനത്തിൽ കയ്യടിയും വെള്ളമൊക്കെ ഉണ്ടാക്കി പിരിഞ്ഞു പോകും. ഇപ്പോഴവർ ചെയ്യുന്ന പണി അതല്ല. ഒരു ചെറുപ്പക്കാരനെ ലക്ഷ്യമിട്ടുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് ഒന്നോ രണ്ടോ നല്ല വാചാലതയുള്ള ശേഷിയുള്ളവർ പോകും. അവിടെ ഇരുന്നു കൊണ്ട് അവൻ സംസാരിച്ച് ഒരു എത്തിച്ചിട്ട് ഒരിക്കലും അവൻ ഇനി അതിൽ നിന്ന് മാറാത്ത വിധത്തിൽ എത്തിച്ചിട്ട് അവൻ്റെ പ്രായക്കാരായ 4 ചെറുപ്പക്കാരെ അവൻ്റെ അടുത്തേക്ക് അവന് നിർദ്ദേശം കൊടുക്കും.
അങ്ങനെ കൊണ്ടുകൊടുത്ത് ഓരോന്നിനെ അവർ ആവാഹിച്ചുകൊണ്ട് ഈ ദീനിൻ്റെ ശത്രുക്കളാക്കി എതിരാളികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് കൽപ്പിക്കുന്നത് നാം ഇതിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആർക്കും യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 1400 വർഷത്തിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് പറയുകയുണ്ടായി, സയഅതി സമാനുൻ അലാ ഉമ്മത്തി യഫ്റൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാ ഫയബ്തലീഹുല്ലാഹു ബിസലാത്തി ബലിയാത്തിൻ. ഈ ഉമ്മത്ത് ഉലമാഇനെയും ഫുഖഹാഇനെയും കൈവിട്ടുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൗതിക നേട്ടത്തിന് വേണ്ടി അവൻ പരക്കം പാച്ചത് നടത്തുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിന് 3 തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. ഫയുസല്ലിത്തുല്ലാഹു അലൈഹിം സുൽത്താനൻ ദാലിമ. അതിൽ ഏറ്റവും അടിവരയിട്ട് കാണേണ്ടത് അക്രമകാരിയായ അധർമ്മകാരിയായ നീതി പ്രതീക്ഷിക്കാനാവില്ലാത്ത ഒരു സമൂഹത്തെ ഈ ഉമ്മത്തിനെ ഭരിക്കാൻ, ഈ സമൂഹത്തെ ഭരിക്കാൻ ഭരണതലത്തിൽ കൊണ്ടുവരും. അവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് ആ കാലം വരുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ആ കാലഘട്ടം വന്നിരിക്കുന്നു എന്ന് ഇനി സംശയമുള്ള ആരും ഉണ്ടാവുകയില്ല. ഈ ഘട്ടത്തിൽ ദീനിനു വേണ്ടി പരിശ്രമിക്കണം. അതിന് ഒറ്റപ്പെട്ട് പരിശ്രമിച്ചാൽ അതാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരിൽ നിന്ന് മുതിർന്നവരിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരുന്നു. ഓരോ മഹല്ലത്തിലും യുവജന പ്രസ്ഥാനം ജമിയത്തുലമയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്തിരിക്കുന്ന യുവജന പ്രസ്ഥാനം ഉണ്ടാകുന്നു. മഹല്ലത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ജമാഅത്തിൻ്റെ നേതൃത്വം ജമാഅത്ത് ഫെഡറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ മഹല്ലത്തിലും അവർ നേരെ നിന്ന് കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ വളരെ വിജയകരമായി കാര്യങ്ങൾ ലഭ്യമെന്നുള്ളതാണ്. ഒരുപാട് ജമാഅത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ജമാഅത്തുകളിൽ ഭരണത്തിന് വേണ്ടി പാർലമെൻറ്റിലെ പോലെ നിയമസഭയിലെ പോലെ പഞ്ചായത്തിലെ പോലെ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പൈസ വിരിച്ച് മഴലീങ്ങൾക്കും മൊബൈലും വിഷയത്തിൽ ശമ്പളം കൊടുക്കും. ഇത്ര മാത്രമേ അവരുടെ ജോലിയുള്ളൂ എന്ന് മാത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഉലമാവും അതുപോലെ മഹല്ലത്തിൻ്റെ നേതാക്കളും തോളോട് തോൾ ഒരുങ്ങി നിന്നുകൊണ്ട് ഈ മഹല്ലത്തിൽ ദീനിന് വിരുദ്ധമായി ഒന്നും നടക്കുന്നു അത് കണ്ടെത്താനും അവരെ പിന്തിരിപ്പിക്കാനും ദീനില്ലാതെ നടക്കുന്നവരെ ദീനിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ആയിട്ട് ഒരുപാട് അജണ്ടകൾ വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 വർഷത്തെ നമ്മുടെ വാർഷിക സമ്മേളനത്തിൽ ദൈർഘ്യം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സമ്മേളനം വിജയിക്കണം. അതിൻ്റെയൊക്കെ ഒത്തിരി അപ്പുറത്ത് നമ്മുടെ മഹല്ലത്തുകളിൽ ഈ നേതൃത്വത്തിൻ്റെ ജമിയത്തുലമയുടെയും ജമാഅത്ത് ഫെഡറേഷൻ്റെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിലൂടെ അവിടെ ഒരു വലിയ ഇസ്ലാമികമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു പരിശ്രമത്തിൻ്റെ തുടക്കമാണ് ഈ ജനുവരി 1 ചേലക്കുളത്ത് ജമിയത്തുലമയുടെ ഈ വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടന്നുകൊണ്ട് തുടക്കം കൊടുക്കുന്നു. ഈ പരിപാടിയിലേക്ക് നമ്മൾ പോകാൻ കഴിയുന്നവർ പോകണം. അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല്ലത്തുകളിൽ അടിയിലേക്ക് എത്തണം. ഓരോ ഭവനങ്ങളിലും ദക്ഷിണ കേരള ജമിയത്തുലമ ജമാഅത്ത് ഫെഡറേഷൻ യുവജന ഫെഡറേഷൻ ചർച്ച ചെയ്യപ്പെടണം. നമ്മുടെ ഈ സമ്മേളനം ചർച്ച ചെയ്യപ്പെടണം. ഇത് ദീനിൻ്റെ ഭാഗമാണ് എന്ന് ഈ സമൂഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. ഇത് ദീനിന് വേണ്ടിയാണ്, ദീനിൻ്റെ നിലനിൽപ്പിനാണ്, ഭദ്രതയ്ക്കാണ് എന്ന ബോധ്യത്തോടുകൂടി കാര്യങ്ങൾ ഉണ്ടായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ മഹല്ലത്തുകളുടെ ഓരോ വ്യക്തിയിലും ഈ ദീനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അതിൻ്റെ രൂപവും ഭാവവും ചിത്രമൊക്കെ ഉഷാദാണ് ബന്ധപ്പെട്ട സമർദ്ദി ഉത്സാഹം ഉൾപ്പെടെയുള്ള പിന്നെ നമ്മുടെ എല്ലാവരും ഉണ്ട്. അവരൊക്കെ അതിൻ്റെ ക്രമീകരണം എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അതനുസരിച്ച് ചർച്ച ചെയ്ത് നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കണം. അതുകൊണ്ടില്ല പറഞ്ഞതുപോലെ നമ്മൾ ദീനുണ്ടാകണം, മറ്റുള്ളവരും ദീനുണ്ടാക്കി കൊടുക്കണം. ഇതിനുള്ള പരിശ്രമം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തുവോളം വിജയിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ ഒന്നാമത് നടക്കുന്ന വിഷയം മറ്റ് പ്രതിനിധികളുടെ
വിശദമായി സംസാരിക്കും. ബഹുമാനായ അധ്യക്ഷൻ സംഘത്തിന്റെ ബഹുമാനായ ഉദ്ഘാടനം പക്ഷമേള നേതൃത്വ നിർമ്മാണത്തിന്റെ ഇന്ത്യയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നമസ്കാരത്തിന് ബഹുമാനായ ഫാറൂഖിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജമാഅത്ത് ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ സലീം സാഹിബ്, സ്വാഗത സംഘത്തിൻ്റെ കൊല്ലം ജില്ലാ കൺവീനർ ബഹുമാനായ ജലീൽ സാഹിബ്, ജില്ലാ ട്രഷറർ ബഹുമാനായ സലീം മൗലവി, ബഹുമാനപ്പെട്ട സ്വാഗത മൗലവി, ബഹുമാനായ ഉലമാക്കൾ, ഉമറാക്കളെ, സഹോദരന്മാർ, ജമാഅത്ത് ഫെഡറേഷൻ്റെ മുഖ്യപ്പെട്ട ഭാരവാഹികൾ, പ്രവർത്തകർ, അനുഗ്രഹിച്ചിട്ടുള്ള ഒരു വേദിയ, ഒപ്പം ലജനത്തുൽ മുഅല്ലിമീൻ്റെ നിരയും ഇവിടെ സന്നിഹിതരായിട്ട് സാധാരണ പത്തനാപുരത്ത് കാണുന്നതിനേക്കാൾ കൗതുകകരമായ ഒരു കൂട്ടവും ഇന്നുണ്ട്. രണ്ടുപേരുടെയും കൂടെ സമ്മിശ്രമായ ഒരു കൂട്ടം കാണാൻ കഴിയുന്ന രണ്ടുപേരില്ല. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ വജ്ര ജൂബിലി ആഘോഷ പരിപാടി എന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 70-ാം വാർഷികം നടക്കുന്നത്. ആ 70-ാം വാർഷികത്തിൻ്റെ പരിപാടി മുമ്പത്തേക്കാളും മുമ്പത്തിൽ തന്നെ ജമിയത്തുൽ ഉലമ ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഉദ്ഘാടന സമ്മേളനം തുടക്കമെന്ന നിലയിൽ നടക്കുന്നത് തന്നെ ജനുവരി 1-നാണ്. ഈ ജനുവരി 1 മുതൽ അടുത്ത ജനുവരി 26 വരെയാണ് മനസ്സിൽ സങ്കല്പിച്ച് പോകുന്നത്. ഈ ജനുവരി 1 കഴിഞ്ഞിട്ട് അടുത്ത ജനുവരി 26 ആണ് നമ്മുടെ സമാപന സമ്മേളനം, അല്ലെങ്കിൽ ആ ജനുവരിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് സമ്മേളനം നടത്തുന്നത്. ഇത്രയും ദീർഘമായ ഒരു സമ്മേളനവും അതിൻ്റെ ഇടയിൽ ഈ ദീർഘമായ ടൈമും വെച്ച് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഇതുവരെ അതിൻ്റെ ചരിത്രത്തിൽ വിശാലമായ സമയമെടുത്ത് നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും വിശാലമായ ഒരു സമയം ക്രോഡീകരിച്ചെടുത്തിട്ടുള്ളത് തന്നെ നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ ഫ്രെയിം താഴേക്കിട മുതൽ മുകളിൽ അറ്റം വരെയും നല്ല രീതിയിൽ കോർത്തിണക്കി ഉലമാക്കളെയും ഉമറാക്കളെയും സംബന്ധിപ്പിച്ച് ജമിയത്തുൽ ഉലമയുടെ എല്ലാ പോഷക പ്രസ്ഥാനങ്ങളെയും നല്ല രീതിയിൽ അതൊക്കെ തുറപ്പിച്ച് അവരുടെ അണികളെ രജിസ്ട്രേഷൻ കൊടുത്ത് പ്രതിനിധികളാക്കി ഈ ദക്ഷിണയുടെ ഒരു സമ്പത്താക്കി മാറ്റുന്നതോടൊപ്പം ദീനിനെ കൂടുതൽ അവർ പ്രയോജനപ്പെടുത്തുവാൻ അവർക്ക് ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ സ്വർഗപ്രവേശനം എളുപ്പമാകാൻ ഉണ്ടാക്കുന്ന ഒരു മഹത്തായ പരിപാടിയാണ്. അഥവാ അടുത്ത ജനുവരി ആകുമ്പോഴേക്കും അതിനുള്ളിൽ നമ്മൾ ഇന്നത്തെ കാണുന്ന കാഴ്ചപ്പാടിനേക്കാൾ അപ്പുറം ഉലമാക്കളും ഉമറാക്കളും യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ജമാഅത്ത് ഫെഡറേഷൻ്റെ ഉമറാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും എല്ലാ ജമാഅത്തും ഓരോ പ്രദേശത്തുള്ള ജമാഅത്തിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികളെയും പ്രവർത്തകരെയും കോർത്തിണക്കി സുശക്തമായ ഒരു ജമാഅത്ത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്ന് വളരെ സുചിന്തിതമായി നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കുമളിയിൽ വെച്ച് ജമാഅത്ത് ഫെഡറേഷൻ്റെ ഒരു വൺഡേ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് കർമ്മരംഗത്തേക്ക് ജമാഅത്ത് ഫെഡറേഷൻ കടന്നു വന്നത്. അതിനുശേഷം കൊല്ലത്ത് ഏകദേശം എല്ലാ ജമാഅത്തുകളെയും ഭാരവാഹികളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് 1000 പ്രതിനിധികളെ പ്രതീക്ഷിച്ച് നമ്മൾ അവിടെ നടത്തിയ പരിപാടിയിൽ 1200-ലധികം 1200-ലധികം പ്രതിനിധികൾ, ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്ത് അവിടെ പങ്കെടുത്തു എന്നുള്ളതാണ്
മറ്റൊരു വസ്തുത. സാധാരണ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് ഇത്രയും ആൾക്കാരെ പങ്കെടുപ്പിക്കുന്ന പരിപാടിയും നമ്മൾ നടത്താറില്ല. അതിപ്പോൾ ജമാഅത്ത് ഫെഡറേഷൻ രണ്ടാമത് ഊടും പാവും ഒക്കെ മാറ്റി കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ആ ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട ജലീൽ സാഹിബും അതുപോലെ ജില്ലയിലെ നമ്മുടെ സലീം സാഹിബും ഒക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തനമായതുകൊണ്ട് തന്നെ അത് വളരെ ബൃഹത്തായ രീതിയിൽ സ്റ്റേറ്റ് ഒട്ടുക്കുള്ള ജമാഅത്തിൽ നിന്ന് 1000 പ്രതിനിധികളെ നമ്മൾ ക്ഷണിച്ചപ്പോൾ 1200 പ്രതിനിധികൾ യൂണിസ് കൺവെൻഷൻ സെൻ്ററുകളിൽ ഒരുമിച്ച് കൂടി എന്ന് പറയുമ്പോൾ അവിടെ വിഷയാവതരണം നടത്തിയത് ഏറ്റവും ബൃഹത്തായി ഇന്ന് കേരളക്കരയിലും കേരളത്തിൻ്റെ പുറത്തും മെച്ചപ്പെട്ട രീതിയിൽ വിഷയം അവതരിപ്പിക്കുന്ന വ്യക്തിയെ തന്നെ കൊണ്ടുവന്ന് നമ്മൾ ക്ലാസ് അവതരിപ്പിച്ചു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും പലരും അവരവരുടെ മഹല്ലുകളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ അങ്ങനെ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളും നടത്തി. അവരുടെ ഒക്കുന്ന പരിപാടികൾ, ഒരുപാട് പരിപാടികൾ അദ്ദേഹം പറഞ്ഞു. അതിൽ നിന്ന് ഒക്കുന്ന ചില പരിപാടികളൊക്കെ തുടക്കം എന്ന നിലയിൽ പല മഹല്ലുകളിലും നടപ്പാക്കി വരികയും ചെയ്യുന്നു. ജംഇയ്യത്തുൽ ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് പോകേണ്ട ഒരു കാലഘട്ടമാണിത്. പല ഭാഗത്തും ഉലമാക്കൾ ഉമറാക്കളോട് യോജിക്കൂല, ഉമറാക്കൾ ഉലമാക്കളോട് യോജിക്കൂല. ഈ ഒരു സ്ഥിതി പല ഭാഗത്തുമുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 2 കൂട്ടർ സിൻഫാനി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തുകളിലെ 2 വിഭാഗം ആൾക്കാർ ഇദാ സലഹന്നാസു കുല്ലുഹും, അവർ നന്നായ 2 കൂട്ടരും നന്നായാൽ ആ പ്രദേശത്തെ മുഴുവൻ ജമാഅത്തംഗങ്ങളും മുഴുവൻ മുസ്ലിം ഉമ്മത്തും അവർ നന്നായി തീരും. ഇദാ ഫസദ, അവർ തമ്മിൽ ഐക്യമില്ലാതെ പോവുകയാണെങ്കിൽ ഫസദന്നാസു കുല്ലുഹും, ജമാഅത്തെന്ന് മാത്രമല്ല ആ പ്രദേശങ്ങൾ മുഴുവൻ കുട്ടിച്ചോറാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജംഇയ്യത്തുൽ ഉലമയും ഈ ഉമറാക്കളെയും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആബാലവൃദ്ധം ജനങ്ങളെയും സ്ത്രീകളും നമ്മൾ മുൻനിരയിൽ കൊണ്ടുവരുന്നില്ല എന്ന് മാത്രം, ആ സ്ത്രീകളെ ഒഴിവാക്കി ബാക്കി എല്ലാ ആൾക്കാരെയും കുട്ടി മുതൽ പ്രായത്തിൻ്റെ ഏകദേശം ഒരു 10-15 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഈ കൊടിക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു സംഘടന, ഒരു സമ്മേളനം നടത്തുക എന്നതിനേക്കാൾ ഉപരി ഈ സമ്മേളനം ദീനിനെ എങ്ങനെ ഉപകാരപ്പെടുത്താൻ എന്ന ഒരു ചിന്തയോടുകൂടിയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പോൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1-ാം തീയതി ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദിനെ സിയാറത്ത് ചെയ്തുകൊണ്ട് അതിന് തൊട്ടടുത്ത് ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ വെച്ച് തന്നെ ഒരു ബൃഹത്തായ ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ അതിനു മുമ്പ് ആത്മീയ ലോകത്തേക്ക് കടന്നുപോയിട്ടുള്ള പല നേതാക്കന്മാരും ജംഇയ്യത്തിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തിട്ടുള്ള ഉലമാക്കളും ഉമറാക്കളെയും കൂടി ചേർത്ത് സിയാറത്ത് 29 ഡിസംബർ 29, 30, 31 തീയതികളിൽ നടത്തിക്കൊണ്ടാണ് 1-ാം തീയതിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ വേദിയിലേക്ക് ഈ സംഗതി ഒന്ന് പാകപ്പെടുത്തിയെടുക്കുന്നത്. 29-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലും 30-ാം തീയതി സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലും 31-ാം തീയതി അതിനുശേഷവും ആ 31-ാം തീയതി ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിൽ ബഹുമാനപ്പെട്ട ഈസാ മൗലവി ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇതിൻ്റെ ഇടയിലും എല്ലാ ഭാഗത്തും VM ഉസ്താദുണ്ട്, അതുപോലെ മൺമറഞ്ഞ മഹാന്മാരുണ്ട്, പല നേതാക്കന്മാരുമുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ ഒട്ടനവധി നേതാക്കന്മാരുടെ സിയാറത്ത് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അതാത് താലൂക്കിൻ്റെ നേതൃത്വത്തിൽ അതാത് പ്രദേശങ്ങളിൽ ഉള്ള ഉലമാക്കളെയും ഉമറാക്കളെയും അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ബർസഖിയായ ജീവിതം ഹൈറിലും അവരുടെ ദീനി സേവനങ്ങളുടെ ഗുണങ്ങൾ നമ്മുടെ സംഘടനയ്ക്കും ഉണ്ടാകത്തക്ക രീതിയിലുള്ള ആ സിയാറത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ താലൂക്കുകളിലെ നമ്മുടെ പ്രദേശങ്ങളിലെ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെ ഒന്ന് അനുസ്മരിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട്, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട്, ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആ മഹത്തുക്കളെ അതാത് താലൂക്കിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും അനുസ്മരിക്കുന്ന ഒന്നുകിൽ ഒരു കേന്ദ്രത്തിൽ വെച്ച് അല്ലെങ്കിൽ ഓരോ ഖബർ സിയാറത്ത് ചെയ്തിട്ട് അവിടെ വെച്ച് എങ്ങനെയാണോ സൗകര്യം അങ്ങനെ നമ്മൾ ഓരോ എല്ലാവരെയും അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു സിയാറത്ത് പരിപാടി
അത് ചില സ്ഥലങ്ങളിലേക്ക് താലൂക്കുകളിലേക്ക് നമ്മുടെ കൊല്ലത്തൊക്കെയുള്ള നേതാക്കന്മാരെ തന്നെ പല ഭാഗത്തും ഡിവൈഡ് ചെയ്ത് ഓരോ സ്ഥലത്തും സിയാറത്ത് നടത്തുന്നതിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെയും ഈ താലൂക്കിൽ ആരെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ജ്യേഷ്ഠർ ഉൾപ്പെടെയുള്ള മഹത്തുക്കളെ അനുസ്മരിച്ചുകൊണ്ട് അതോടൊപ്പം ഇവിടെ ദീനീയ ഖിദ്മത്തിനായി പ്രവർത്തിച്ച ഒരുപാട് പേര്, അത് ഏതിൻ്റെ രീതിയിലാണെങ്കിലും ദീനിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചു പോയിട്ടുള്ള ആലിമാർ, അതുപോലെ ഉമറാക്കൾ, അവരെ എല്ലാവരെയും അനുസ്മരിച്ച് ഒരു കേന്ദ്രത്തിൽ വെച്ചാണെങ്കിൽ പോലും ഈ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പരിപാടിയുടെ ഭാഗമായി ഒരു മറഞ്ഞുപോയ ആൾക്കാർക്ക് നമ്മുടെ ഇതുകൊണ്ടൊരു ഗുണം ലഭ്യമാകണം എന്ന ചിന്തയോടുകൂടി അവർ സിയാറത്തും കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പല നമ്മുടെ താലൂക്കുകളിലും കൊല്ലം ജില്ലയിലെ പല താലൂക്കുകളിലും വാഹനങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെയും ഒരു ഏറ്റവും കുറഞ്ഞ 49 സീറ്റെങ്കിലും ഉള്ള ഒരു വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയാൽ കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായം ഈ സ്വാഗത സംഘം കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ഒരുപാട് വണ്ടി കൊണ്ടുപോയാലും അവിടെ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇല്ല. പിന്നീട് എല്ലാ ജില്ലകളിലും സമ്മേളനം വരുന്നുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ സ്റ്റേറ്റിൻ്റെ സമ്മേളനമാണ് വരുന്നത്. കൊല്ലം ജില്ല കഴിയുന്ന പരമാവധി ഏപ്രിൽ മാസത്തിൽ ഈ ഒരു വലിയ സമ്മേളനം നടത്താൻ സ്റ്റേറ്റ് കമ്മിറ്റിയോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ആ ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ നിങ്ങൾ അറിയിക്കുകയാണ്. അതായിരിക്കും ജില്ലയിലെ ഏറ്റവും വലിയ സമ്മേളനം. അതോടൊപ്പം ഈ ഒരു ജില്ലയുടെ ഒറ്റ സമ്മേളനം കൊണ്ട് തീരൂല. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സംഘടനകളും എല്ലാ പരിപാടികളും അനശ്വരം ഈ ഒരു വർഷം ഈ നമ്മുടെ ഫീൽഡിൽ തന്നെ എപ്പോഴും ഉണ്ടായിത്തീരുന്ന ഒരു സാഹചര്യമാണ് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ജില്ലാ കമ്മിറ്റിയിലെ ഒരു സമ്മേളനം നടന്നതുകൊണ്ട് ജില്ലയുടെ പരിപാടി നമ്മളത് കഴിഞ്ഞു, ഇനി നമുക്കിനി ഒന്നുമില്ല എന്നല്ല. ആ ജില്ലയിൽ നടക്കുമ്പോഴും എല്ലാ ഭാഗത്തു നിന്നും ജില്ല വിശ്രമമില്ലാത്ത ഒരു വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളെയും കെട്ടിപ്പടുത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഐക്യത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇഖ്ലാസിൻ്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ദീനിൻ്റെ എല്ലാ ചട്ടങ്ങളെയും പാലിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് കർമ്മഭൂമിയിൽ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിശ്ചിത സമൂഹം ഉണ്ടായിത്തീരണം. അതിനാണ് ഒരു പ്രതിനിധി സംഘത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിൽ തന്നെ ഒരു 800,000-നുള്ളിലുള്ള പ്രതിനിധികളെ സെലക്ട് ചെയ്ത് നമ്മുടെ സംഘടനയുടെ ഏത് കാര്യം പറയുമ്പോഴും കർമ്മരംഗത്ത് അവർ എത്തിച്ചേരുവാൻ പറ്റുന്ന എല്ലാ രീതിയിലും അവരെ ഒരു നല്ല രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രതിനിധിയായിട്ട് മാറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ ഈ 1000 പ്രതിനിധികൾ നമ്മുടെ ജില്ലയിലെ ഒരു കർമ്മോത്സുകരായി ദീനിൻ്റെ മടിത്തട്ടിൽ തന്നെ വളർന്നു വരുമ്പോൾ അവരെ കണ്ടു വളരുന്ന ആൾക്കാർക്ക് ദീനിൻ്റെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രചോദനം ഉണ്ടായിത്തീരും. നമ്മുടെ എല്ലാ താലൂക്കിലെ എല്ലാ മഹല്ലുകളിൽ നിന്നും പ്രതിനിധികളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ പ്രതിനിധി സംഘത്തെ എടുക്കുന്നത്. ഉലമാക്കളുണ്ടാകും, ഉമറാക്കളുണ്ടാകും, യുവജനങ്ങളുണ്ടാകും, വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുണ്ടാകും, പിന്നെ ഉമറാ പ്രതിനിധികളുണ്ടാകും, ജമാഅത്ത് ഫെഡറേഷന്റെ പ്രതിനിധികളെ കൂടാതെ, ജമാഅത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികളെ കൂടാതെ, ജമാഅത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കൂടാതെ, ജമാഅത്തുകളിൽ നിന്ന് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൂടി ചേർത്ത് നമുക്ക് ഒരു പ്രതിനിധി സംഘത്തെ രൂപപ്പെടുത്തി അവരെ രജിസ്റ്റർ ചെയ്ത് അത് സ്ഥിരം നമ്മളൊരു സംവിധാനമാക്കി കൊണ്ടുപോകുവാനുള്ള ഒരു സാഹചര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ഞാൻ കൂടുതൽ പറയാനുണ്ടെങ്കിലും പിന്നെ പറഞ്ഞോളാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പ്രവർത്തനത്തെ ഗംഭീരമായി വിജയിക്കുകയും അതോടൊപ്പം നമ്മൾ വാഹനം ബുക്ക് ചെയ്ത് ആ വാഹനത്തിൽ പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നേരത്തെ തന്നെ അവരുടെ ഈ പോകുന്ന പ്രതിനിധികളായി എടുത്ത് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി പോകണം. വണ്ടി വിളിച്ചിട്ട് ആരെങ്കിലുമൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ ആരും കയറാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. 49 പേരുടെ സീറ്റോ അതിനേക്കാൾ കൂടുതൽ സീറ്റോ, എത്ര സീറ്റുള്ള വണ്ടിയാണോ അത്രയും സീറ്റ് ആൾക്കാരെ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ തബീയത്ത് ജമാഅത്തുകാരൊക്കെ ഒരു സമ്മേളനത്തിന് പോകുമ്പോൾ എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി അതിനുള്ള സാഹചര്യം ഒരുക്കി കൊണ്ടുപോകണം. ഫലാഹി ഉസ്താദിനൊക്കെ അതിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. ഇവിടുത്തെ നേതൃത്വം അബ്ദുറഹ്മാൻ ഉസ്താദ് ഉൾപ്പെടെ
യൂസുഫ് ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ കർമ്മരംഗത്ത് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല ഒരു പദ്ധതിയായിട്ട് നസീർ ഹാജിയുടെ അധ്യക്ഷതയിൽ നസീർ ഹാജിയുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ നടത്താം. റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. तबलीग में चलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख, दीन की तबलीग में चलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख, दीन की तबलीग में चलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख, हर घर पे नबी लेके गए नूर हिदायत, ताइफ में गए लेके जीने की दावत, उम्मत का दर्द दर्द में वो दिल की कैफियत, उम्मत मेरी उम्मत मेरी उम्मत मेरी उम्मत के इसी फिक्र में जलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख, चल 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 जल्दीन की तबलीग में चलने का मजा देख, अल्लाह के रास्ते में निकलने का चलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख, दीन की तबलीग में चलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख, दीन की तबलीग में चलने का मजा देख, अल्लाह के रास्ते में निकलने का मजा देख, हर घर पे नबी लेके गए नूर हिदायत, ताइफ में गए लेके अपने जीने की दावत, उम्मत का दर्द दर्द में वो दिल की कैफियत, उम्मत मेरी उम्मत मेरी उम्मत मेरी उम्मत, उम्मत के इसी फिक्र में जलने का मजा देख, अल्लाह के रास्ते में